നമ്മളിത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിയന്റെ EV5 ആണ്. ഇനി ഈ 2026 ഏറ്റവും കൂടുതൽ വിറ്റ് പോവാൻ സാധ്യതയുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിൾ കൂടിയാണ് EV5. എന്തുകൊണ്ടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു $5,000 ഡിസ്കൗണ്ടും കൂടെ നമുക്ക് ഇപ്പോൾ കാനഡ ഗവൺമെന്റ് നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു $45,000 നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് 45,000 ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന കനേഡിയൻ EV മാർക്കറ്റിലെ ഒരു ഹോട്ട് ബൈ കൂടിയാണ് നമ്മുടെ ഈ ഒരു EV5 വരുന്നത്. അകത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു വണ്ടിയിലോട്ട് കയറുമ്പോൾ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് ആണ് നമ്മൾ ഈ ഒരു വണ്ടിയിലോട്ട് കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഇന്റീരിയറും അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഡാഷ്ബോർഡിന്റെ ഡിസൈനും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വളരെ ടോപ്പ് നോച്ചിലാണ് കിയ കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ടെക്സ്റ്റൈൽ ഫിനിഷും അതുപോലെ ഈ മീഴത്തെ ഈ ഒരു ഫിനിഷൊക്കെ ആണെങ്കിലും നല്ല ടോപ്പ് നോച്ചായിട്ടാണ് ഇവര് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നത്. ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും ലോക്ക് അൺലോക്ക് ബട്ടൺ, അതുപോലെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ ഹീറ്റഡ് സീറ്റ്സിന്റെ കൂൾഡ് സീറ്റ്സിന്റെ, അതുപോലെ നമുക്ക് സ്റ്റിയറിംഗിന്റെ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലിന്റെ ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിൽ കൊടുത്തേക്കുന്ന കാണാൻ പറ്റും. അവിടെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത്, അതുപോലെ ഇലക്ട്രിക് ചാർജിങ് സ്പോട്ട് ഓപ്പൺ ചെയ്യാനുള്ളത്, അങ്ങനത്തെ ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അവിടെ നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സ്മാർട്ട് ക്രൂയിസ് കൺട്രോളിന്റെയും അതുപോലെ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും വോളിയത്തിന്റെ കൺട്രോൾ, അതുപോലെ മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ളത്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ കാര്യങ്ങളൊക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അതുപോലെ സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതുപോലെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ടുണ്ട്. കോളം മൗണ്ടഡ് ആയിട്ടുള്ള ഗിയർ സെലക്ടേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും അതുപോലെ പാർക്കിംഗ് ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. 12.3 ഇഞ്ചിന്റെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഡിജിറ്റലി നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റിയറിംഗ് വീലിലെ ബട്ടൺസ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ നടുക്കായിട്ട് ഒരു 5.5 ഇഞ്ചിന്റെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോളിന്റെ ഒരു സ്ക്രീൻ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 12.3 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ബാക്കി ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വളരെ സ്നാപ്പി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു സ്ക്രീൻ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് EVന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്കുണ്ട്. അതിനകത്ത് നമുക്ക് ഈ ഡിസ്റ്റൻസ് ടു MT, അതുപോലെ നമുക്ക് ഈ ഓരോ ടെറൈനിൽ എത്രയാണ് നമുക്ക് ഈ ഒരു ബാറ്ററിന്റെ എഫിഷ്യൻസി കിട്ടുന്നത്, അതുപോലെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 80% അല്ലെങ്കിൽ 70% വെച്ച് നമുക്ക് കട്ട് ഓഫ് ചെയ്യണോ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമുക്ക് ഓരോ ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ ബാറ്ററിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് കിട്ടുന്നത്, അതിന്റെ യൂട്ടിലിറ്റി മോഡ്, ബാറ്ററി കണ്ടീഷൻ, സ്മാർട്ട് റീജനറേഷൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു സ്പേസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ബട്ടൺസ് വരുന്നുണ്ട്. ടച്ച് കൺട്രോൾഡായ ബട്ടൺസ് ആണ്. നമുക്ക് അതിനകത്ത് ഹോം, മാപ്പ്, സെർച്ച്, അതുപോലെ മീഡിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ബട്ടൺസ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ECന്റെ കൺട്രോൾസിനായിട്ട് നമുക്ക് ഇവിടെ ടെമ്പറേച്ചറും അതുപോലെ നമുക്ക് ഫാൻ സ്പീഡിനുമായിട്ട് നമുക്ക് ഇതേപോലെ ടോഗിൾ ബാർസ് നമുക്ക് ഇതേപോലെ നമുക്ക് ഈ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹസാർഡിന്റെ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഹുക്ക് വരുന്നുണ്ട് സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടി. അതുപോലെ 2 USB Type-Cന്റെ ചാർജിങ് പോർട്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ 12 വോൾട്ടിന്റെ ഒരു 180 വാട്ട്സിന്റെ നമുക്കൊരു സിഗരറ്റ് ലാമ്പ് പോർട്ട് വരുന്നുണ്ട്. നമുക്ക് സെൻട്രൽ ആം കൺസോളിലേക്ക് വരുമ്പോൾ ഫിംഗർ പ്രിന്റ് ID വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് പ്രൊഫൈൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കെനൈൻ സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇൻഡക്ഷൻ ചാർജിങ് വരുന്നുണ്ട്. നല്ല സ്പീഡായിട്ട് തന്നെ നമുക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സെൻട്രൽ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. അത് ലെതർ റാപ്ഡ് ആയിട്ടുള്ള നമുക്ക് ആംറസ്റ്റ് ആണ് വരുന്നത്. അതിനകത്ത് അത്യാവശ്യം സ്ഥലം വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് ഗ്ലോസി ഒരു ഗ്രേ ഫിനിഷിലാണ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഹീറ്റഡ് ആൻഡ് കൂൾഡ് സീറ്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത് 3 ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹീറ്റഡും കൂൾഡും നമുക്ക് 3 ലെവലിൽ നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലോക്ക് അൺലോക്കിന്റെ ബട്ടൺ വരുന്നുണ്ട്. വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരു 1/2 ലിറ്ററിനൊക്കെ ബോട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ്, ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്ലോ ബോക്സ്, അത്യാവശ്യം ഡീസന്റ് സ്പേസ് വരുന്ന ഒരു ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്.
മൊത്തത്തിൽ വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ഒക്കെ ആണെങ്കിലും വളരെ നമുക്കൊരു ലക്ഷറി ഫീൽ തരുന്ന ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ആണ് വരുന്നത്. എപ്പോഴും കിയ അതിനകത്ത് നമുക്കൊരു കോംപ്രമൈസും വരാറില്ല. അത് തന്നെയാണ് നമുക്ക് ഒരു EV5 വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമുക്ക് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. വലിയൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് നമുക്ക് ഒരു പനോരമിക് സൺറൂഫിൽ നമുക്ക് കിട്ടുന്നത്. വൺ ടച്ചിൽ നമുക്ക് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ബട്ടൺസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് LED ലൈറ്റ്സ് വരുന്നുണ്ട്. അത് ടച്ച് കൺട്രോൾഡ് ആണ്. നമുക്ക് ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് സൺവൈസേഴ്സ് വരുന്നുണ്ട്, അതിനകത്ത് മിറേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് മേളിലേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് വരുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് നമുക്ക് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ഹാർമൻ കാർഡിൻ്റെ നമുക്ക് നല്ല പ്രീമിയം ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലെ നമുക്ക് വിശേഷം. നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ഇതുപോലെ മാനുവലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫ്ലഷ് ഹാൻഡിൽസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേനും സൈഡ് ഡോർ പാഡിലായിട്ട് നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ ഹീറ്റഡ് സീറ്റ്സിൻ്റെ നമുക്ക് ബട്ടൺസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഒരു ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ താഴെയായിട്ട് നമുക്ക് ഹാർമൻ കാർഡിൻ്റെ നമുക്ക് സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ സീറ്റ് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ആ ഒരു ചെറിയൊരു പുൾബാർ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഫയൽ പോക്കറ്റ്സ് വരുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം ഫയൽ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് നടുക്കായിട്ട് AC കൺട്രോൾസ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടുന്ന് നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു പൗച്ച് വരുന്നുണ്ട്. നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനുള്ള നമുക്ക് വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. 2 USB Type-C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. 2 സീറ്റിന്റെ ബാക്കിലായിട്ടാണ് നമുക്ക് അത് കൊടുത്തേക്കുന്നത്. നമുക്ക് നല്ല ലെഗ് റൂം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു പൊസിഷനിൽ ഇട്ടിട്ട് പോലും നമുക്ക് ഇതിൻ്റെ ഒരു ലെഗ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര ലെഗ് റൂമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ഒരു 10-15 സെന്റിമീറ്ററിന്റെ നമുക്കൊരു ഡിഫറൻസ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നുണ്ട്. ഇതിന്റെ അകത്ത് നമ്മൾ സെക്കൻഡ് റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് സ്ലാൻഡ് ചെയ്യാൻ പറ്റും. സ്ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ഒരു മൊത്തത്തിൽ ഇതിന്റെ ഒരു പൊസിഷൻ മാറുന്നതുകൊണ്ട് തന്നെ ഇതുണ്ടോ, നമുക്ക് ഇപ്പൊ നമ്മൾ ഭയങ്കര അപ്രൈറ്റ് ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് ഈ സീറ്റിന്റെ മൊത്തത്തിലുള്ള ആ ഒരു പൊസിഷൻ മാറുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതുപോലെ നമുക്ക് ഫുള്ള് ഇപ്പോൾ സ്ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ലെഗ് റൂം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ആംറസ്റ്റും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേനും നല്ല ദൂരയാത്രയാണെങ്കിൽ പോലും നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റും. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ നല്ല ഏറ്റവും നല്ലൊരു ഇന്റീരിയർ ആണ് നമ്മുടെ ഈ ഒരു കിയന്റെ K5 വരുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് ആംബിയൻ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പുറത്ത് വരുന്നുണ്ട്. അതുപോലെ മേളിൽ നമുക്ക് ഇതേപോലെ ഒരു പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. അത് നമ്മുടെ ഏകദേശം ഇവിടെ വരെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്പോട്ട് വരെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എയറി ഫീലാണ്. ബാക്കി സ്ഥലമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആയതുകൊണ്ട് തന്നെ ചെളി വരത്തില്ല. സീറ്റ്സ് ആണെങ്കിലും സീറ്റ്സിന്റെ സൈഡ് അപ്പോൾസ്റ്ററി നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് വൈറ്റ് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു ബോഡി എവിടെയാണോ കോണ്ടാക്ട് വരുന്ന ആ പാർട്ടുകളൊക്കെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ചെളി അവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ നല്ലതാണ്. ഇതിന്റെ പൊസിഷൻ, സീറ്റിങ്ങിന്റെ പൊസിഷൻ കൊള്ളാം. അതുപോലെ ഹെഡ് റെസ്റ്റ് ആണെങ്കിലും നമുക്ക് ഓക്കെയാണ്. നമുക്കൊരു എന്താ പറയാ, അത് അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും. സിന്തറ്റിക് ലെതർ ആണ് ഒബ്വിയസ്ലി, ബട്ട് സ്റ്റിൽ നല്ല കംഫി ആയിട്ടുള്ള ലെതർ ആണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നത്. നമുക്ക് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ സൈഡിലൂടെ ഉള്ളതുകൊണ്ടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ബ്ലാക്ക് ആയിട്ട് പോലും നമുക്കൊരു ക്ലോസ്ട്രോഫോബിക് ഫീൽ ഒന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. വിൻഡോ ലൈൻ ഒരു ഇച്ചിരി മേലോട്ടാണ്, പക്ഷെ നമുക്ക് എന്നാൽ പോലും നമുക്ക് വിസിബിലിറ്റിക്ക് ഒന്നും ഒരു കുറവും വരുന്നില്ല. നമുക്ക് ഫ്രണ്ടിലത്തെ വിസിബിലിറ്റി ആണെങ്കിൽ നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ്, നമുക്ക് ഹാർമൻ കാർഡിന്റെ നല്ല പ്രീമിയം സൗണ്ട് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് റിലാക്സ്ഡ് ആയിട്ടൊക്കെ നല്ല സുഖമായിട്ട് പോകാൻ വേണ്ടി പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു EV5. നമുക്ക് റിയൽ ലൈഫിലാണെങ്കിൽ പോലും ഒരു 400-500 നമുക്ക് ഇതിനകത്ത് ചാർജിങ് കിട്ടും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ബൈക്ക് കൂടിയാണ് നമ്മുടെ ഈ ഒരു EV5. നിങ്ങൾ EV വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്ത് നോക്കുക. നമുക്ക് ഇത് ഏറ്റവും സെഗ്മെന്റിലെ ഏറ്റവും ടോപ്പ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു EV5ന്റെ ഏറ്റവും ടോപ്പ് ട്രിം ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ട്രിം, അതായത് വിൻഡർ എന്നുള്ള ട്രിമ്പേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതൊരു $45,000 നമുക്ക് കിട്ടുന്ന ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ഈ ഒരു വിൻഡ് ട്രിം. അതുപോലെ തന്നെ അതിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 81 kW ഫുൾ പാക്ഡ് ആയിട്ടുള്ള ബാറ്ററി കിട്ടും.
അതുപോലെ തന്നെ നമുക്ക് ഹീറ്റ് പമ്പ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. ഹീറ്റ് പമ്പ് ഉള്ള വണ്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹീറ്റ് മാനേജ്മെന്റ് ഭയങ്കര എഫിഷ്യന്റ് ആയിരിക്കും. ഹീറ്റ് മാനേജ്മെന്റ് എവിടെയാണ് അത് എഫിഷ്യന്റ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിന്ററിൽ വണ്ടീന്റെ നമ്മുടെ ഇതിന്റെ അടിയിൽ മൊത്തം ബാറ്ററി ആണല്ലോ. ആ ബാറ്ററീന്റെ ഹീറ്റിങ്ങിന്റെ ആ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ആ ഒരു ബാറ്ററീന്റെ ഫുൾ എഫിഷ്യൻസി നമുക്ക് കിട്ടില്ലെങ്കിൽ പോലും ഒരു ഭയങ്കരമായ ഒരു എന്താ പറയുക അതിനകത്ത് ഒരു ഡിപ്പ് ഒന്നും നമുക്ക് വിന്ററിൽ ഈ വണ്ടിക്ക് നമുക്ക് സംഭവിക്കില്ല, ഈ ഹീറ്റ് പമ്പ് ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ സെക്കൻഡ് റിം എടുക്കണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ വേറൊരു കാര്യം. നമുക്ക് ആ ഒരു ഹീറ്റ് പമ്പ് ഉള്ള ഏതൊരു EV വണ്ടികൾ എടുക്കുന്ന സമയത്തും നിങ്ങൾ ഹീറ്റ് പമ്പ് ഉള്ള വണ്ടികൾ നോക്കിയെടുക്കണം. പ്രത്യേകിച്ച് കാനഡ പോലുള്ള രാജ്യങ്ങളിൽ തണുപ്പുള്ള രാജ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇത് വണ്ടി എടുക്കുന്ന സമയത്ത് നോക്കിയെടുക്കുക. ഇല്ലാത്ത വണ്ടികൾ എടുക്കുമ്പോൾ നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു നമ്മുടെ റേഞ്ചിൽ ഒരു ഡിപ്പ് വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഒരു EVയിലേക്ക് വരാൻ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സ്ഥലമാണെന്നറിയോ, നമുക്കൊരു 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മൾ നമ്മൾ RAV4 ഒക്കെ ആയിട്ട് നമ്മൾ ഇതൊരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ EV ആണ്, മറ്റേ ഗ്യാസ് ആണ്, ബട്ട് സ്റ്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഇതിന്റെ ഇന്റീരിയർ സ്പേസും ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതലും നമുക്ക് ഈ ഒരു EV5ലാണ് കൂടുതൽ സ്പേസും ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ നമുക്ക് ഇതിന്റെ ചാർജിങ് സ്പീഡ് വരുന്നത് 400 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എപ്പോൾ നമ്മൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാലും അധികം സമയം എടുക്കാൻ നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് പുറത്തിറങ്ങാനും പറ്റും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഓൾറൗണ്ടർ വണ്ടി കൂടിയാണ് നമ്മുടെ ഈ ഒരു EV5. നമുക്ക് ഇനി വണ്ടി ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളെന്ന്. നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് കീ വരുമ്പോഴത്തേനും നമുക്കിവിടെ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പാനിക് ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ ലോക്ക് അൺലോക്ക് ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോഴത്തേനും റിമോട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് മുമ്പോട്ടും പുറകിലോട്ടും ആക്കാനുള്ള ഒരു ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കീയിൽ വരുന്നുണ്ട്. നമ്മൾ കീയിൽ കണ്ടുവരുന്ന അതേ ഒരു കീ ഫോബ് തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നത്. നമുക്കിത് വണ്ടി ഓടിച്ച് നോക്കാം. വണ്ടി ഞാൻ ഓടിച്ചാണ് ഇങ്ങോട്ട് വന്നത്, ബട്ട് സ്റ്റിൽ നമുക്കിത് വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഡ്രൈവിലിട്ടു, ഹസാർഡ് ഓഫാക്കി കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഡ്രൈവ് മോഡ് മാറ്റാൻ വേണ്ടി നമുക്ക് ഇവിടെ ഡ്രൈവ് മോഡിന്റെ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈക്കോ, നോർമൽ, സ്പോർട്ട്, മൈ ഡ്രൈവ്, സ്നോ ഇങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ തൽക്കാലം നമുക്ക് ഈക്കോയിലിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് ഇതിന്റെ പെർഫോമൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഈക്കോയിലിട്ടിട്ട് ഞാനിപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി നമുക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ക്യാബിൻ സ്മൂത്ത് ആണ്, മീൻസ് ക്യാബിൻ ക്വയറ്റ് ആണ്. പുറത്തെ ഒരു ഒച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അകത്തോട്ട് വരാനില്ല. ആകെ കൂടി നമുക്ക് ഈ ഒരു ചെറിയൊരു റോഡ് നോയ്സ് നമുക്ക് മാത്രമേ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് ഹാൻഡ്ലിംഗ് ഒക്കെ ആണെങ്കിലും അതിന്റെ പവർ ലീനിയർ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയാ ഈ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ആ ഒരു റഷ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇത് ഓടിക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു EV ഇടുന്ന സമയത്ത് അതിങ്ങനെ എടുക്കാൻ നല്ല സ്മൂത്ത് ആണ് വണ്ടി. നമ്മളതിന്റെ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ ലൈറ്റ് ആണ്. നമ്മൾ പെട്ടെന്നൊന്ന് പാർക്ക് ചെയ്തും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് 360 ഡിഗ്രി ക്യാമറാസ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല വലിയ വണ്ടിയാണ്. 360 ഡിഗ്രി ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര രീതിയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നമുക്ക് ഇപ്പുറത്തൊരു വണ്ടിയുണ്ട്, അതിന്റെ അടുത്തോട്ടാണോ അത് കറക്റ്റായിട്ട് കാണാം. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ലൈനിൽ നമ്മൾ എങ്ങനെയാണ് നിർത്തിയേക്കുന്നത്, ഫ്രണ്ടിൽ എത്രയുണ്ട്, ബാക്കിൽ എത്രയുണ്ട് കൃത്യമായിട്ട്. അതും ഇതിന്റെ ഇമേജ് ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള നമുക്ക് ആ ഒരു വ്യൂ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു 360 ഡിഗ്രി ക്യാമറ നമുക്ക് ഫുൾ ആംഗിൾ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടീൻ്റെ ഒരു 360 എന്താ പറയുക രീതിയിലുള്ള ആ ഒരു വ്യൂ വിഷ്വലൊക്കെ കാണാൻ പറ്റും. അത് വേറെ ആംഗിളിൽ കാണണമെങ്കിൽ അതിന് നമുക്ക് ഇതിനകത്ത് ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ മാറ്റുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ രീതിയിൽ വണ്ടീനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒക്കെ വളരെ സീംലെസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത് നമുക്ക് ഇപ്പം ഇങ്ങനെ വന്ന സാധനം നമുക്ക് ഇതിനകത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഏത് സൈഡാണോ കാണേണ്ടത് അത് വളരെ
എന്താ പറയുക, നിങ്ങൾക്ക് ഫ്രണ്ടാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത്, എത്ര ദൂരം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു ആംഗിൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് കൃത്യമായിട്ട് അറിയാനും നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു വണ്ടീൻ്റെ അകത്തിരിക്കുമ്പോൾ നല്ലൊരു വലിയ വണ്ടിക്കകത്തിരിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ട്. വലിയ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് പാർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഈ ഒരു 360 ഡിഗ്രി ക്യാമറയും ഫ്രണ്ടിലും ബാക്കിലും സെൻസർ ഉള്ളതുകൊണ്ട് ഒക്കെ തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെൻസറിന്റെ ആ ഒരു വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ലെഫ്റ്റിലെ ആ ഒരു ക്യാമറ കാണാൻ പറ്റും. അതുപോലെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റിലെ ക്യാമറൈസും നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതുപോലെ ഒബ്വിയസ്ലി നമുക്ക് 360 ഡിഗ്രി ക്യാമറയും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് മാനുവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് EV5. നമുക്കിനി ബാക്കി നമുക്ക് ഇതിന്റെ നമ്മളിപ്പോ യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്കോ മോഡലാണ്. നമുക്കിനി സ്പോർട്ട് മോഡൽ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇപ്പൊ ഞാൻ സ്പോർട്ട് മോഡലാണ് ഇട്ടേക്കുന്നത്. സ്പോർട്ട് മോഡൽ ഇട്ടിട്ട് സ്പോർട്ട് മോഡൽ ആണെങ്കിൽ പോലും നമുക്ക് അതിന്റെ സ്പീഡ് ലീനിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ട് ആ ഒരു റഷ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്കൊരു പേടിപ്പെടുത്തുന്ന സ്പീഡിലൊന്നും നമുക്ക് ഇത് സ്പീഡിൽ നമ്മൾ പോകും, ബട്ട് നമുക്ക് ആ ഒരു ഇനീഷ്യൽ പുഷ് നമുക്ക് വരാത്തതുകൊണ്ട് തന്നെ വളരെ നമുക്ക് ഒരു നോർമൽ പേഴ്സണിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആ ടോർക്ക് ഇവർ റീകാലിബ്രേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ കാലിബ്രേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കം ബൈക്ക് കൂടിയാണ് നമ്മുടെ ഈ ഒരു EV5. അതേ സമയത്ത് ഞാൻ പറഞ്ഞു സ്പോർട്ടിലാണ്, നമുക്ക് ലീനിയർ ആണ് പോകുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു U-ടേൺ എടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറന്നു പോകുന്ന സ്പീഡിൽ നമുക്ക് എടുക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ നമ്മൾ ടെസ്ലകളിലൊക്കെ കാണുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു പറിച്ചു പോകുന്ന ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ആ ഒരു എന്താ പറയുക പവർ ഔട്ട്പുട്ട് അല്ല നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. കുറച്ചും കൂടെ നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. നമ്മളിത് കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓൾറെഡി നമ്മൾ പാർക്കിംഗ് നമ്മൾ സെൻസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരും എങ്ങനെയാണ് നമ്മുടെ ലെഫ്റ്റില് റൈറ്റില് ഇങ്ങനത്തെ സ്ക്രീനിൽ കൃത്യമായിട്ട് നമ്മൾ പാർക്ക് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് വണ്ടി സെൻസ് ചെയ്ത് നമുക്കിത് ക്യാമറയിൽ കാണിച്ചു തരുകയും നമുക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു പാക്ഡ് ആയിട്ടുള്ളൊരു അടിപൊളി $45,000 ഈ ഒരു വണ്ടി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. കാരണം 81 kW ബാറ്ററീസ് വരുന്നുണ്ട്, അതുപോലെ 400 W ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അകമൊക്കെ ആണെങ്കിലും പ്രീമിയം ആണ്, ഇഷ്ടം പോലെ സ്പേസ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കിടുക്കം ബൈയാണ്. അതുപോലെ ഞാൻ വേറൊരു ഫീച്ചർ കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇത് എവിടെയും പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ റിവേഴ്സ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി പാർക്കിങ്ങിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിലോട്ടും ഫ്രണ്ടിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്കിതിന് നമ്മളിത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലോട്ടും ഫ്രണ്ടിലേക്കും ആക്കാൻ പറ്റും. ഇപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള രണ്ട് സൈഡിലും നമുക്ക് വണ്ടികളുണ്ട്. രണ്ട് സൈഡിലും വണ്ടികളുണ്ട്. അതിനകത്തോട്ട് വണ്ടീൻ്റെ അകത്തോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി റിവേഴ്സ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് നമുക്ക് വണ്ടി കയറ്റണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സെൻസ് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് മൊത്തത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റം കൂടിയുള്ള ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ഈ ഒരു EV5. അപ്പൊ ഞാൻ നിങ്ങളെ അതും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് അതിന്റെ പരിപാടികൾ ഉള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇനി പുറത്തോട്ട് പോകാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുവാണ്. നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ആണ്. നിങ്ങൾക്ക് രണ്ട് സൈഡിലും വണ്ടികളുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ കീയിലേക്ക് വരിക. നമ്മളിത് വണ്ടി ലോക്കാണെങ്കിൽ വണ്ടി ഇപ്പോൾ ലോക്കാന്ന് വിചാരിക്കുക. വണ്ടിയിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ വണ്ടി റിമോട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ വണ്ടി ഓൺ ആയിട്ടുണ്ട്. വണ്ടി ഓൺ ആയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു P ബാക്കിലോട്ടുള്ള സിമ്പിൾ ആണെങ്കിൽ ബാക്കിലേക്ക് വണ്ടി വരും. അതുപോലെ Pൻ്റെ ആ ഒരു മേളിലേക്കുള്ള ആണെങ്കിൽ നമുക്ക് മുമ്പിലോട്ടാക്കാൻ പറ്റും. നമുക്കിത് ബാക്കിലേക്ക് ആക്കാം. തൽക്കാലം ഇപ്പോൾ ബാക്കിലേക്ക് ആക്കണമെങ്കിൽ ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ആ ബ്രേക്ക് ലാമ്പ് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഇതേപോലെ ബാക്കിലേക്ക് വരും. അതേ സമയത്ത് ഞാൻ വട്ടം ചാടുക എന്ന് വിചാരിച്ചോ, വട്ടം ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നിൽക്കും. ഇപ്പം ഞാൻ ഇവിടുന്ന് വീണ്ടും മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വീണ്ടും ബാക്കിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിത് വീണ്ടും അത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വണ്ടി ഇതേപോലെ നമുക്ക് ബാക്കിലേക്ക് വരും. ഇനി ഫ്രണ്ടിലേക്ക് ആക്കണമെങ്കിൽ നമ്മളിത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് വണ്ടി ഫ്രണ്ടിലേക്ക് വരും. എഗെയിൻ ഞാൻ വണ്ടീനെ ഫ്രണ്ടിൽ ചാടുമെന്ന് വിചാരിച്ചോ, ഒരാൾ വണ്ടീനെ ഫ്രണ്ടിൽ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വണ്ടി നിൽക്കും. വീണ്ടും ഞാൻ മാറി
ആ ആള് പോയി കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വീണ്ടും നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന കാണാൻ പറ്റും. ഞാനിത് റിലീസ് ചെയ്യുന്ന എപ്പോഴാണോ ആ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ വണ്ടി നിൽക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ റിലീസ് ചെയ്തു, അതവിടെ നിന്നു. നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഒരു വെള്ളമുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഇതേപോലെ 2 കാറിന്റെ നടുക്കിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് ഫ്രങ്ക് നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യാം. ഫ്രങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതേപോലെ ഒരു സ്പേസ് നമുക്ക് കിട്ടും. നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഈ ചാർജർ ഉണ്ട്, ഈ ചാർജർ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അല്ലാണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം പറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ നമുക്ക് വാഷർ ഫ്ലൂയിഡിന്റെ ആ ഒരു ഇത് വരുന്നുണ്ട്. ഹൈഡ്രോളിക് ആയിട്ട് നമുക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഈസി ആയിട്ട് 1 ഹാൻഡഡ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ ബൂട്ടും കൂടെ നമുക്ക് ഇനി എന്തായാലും ഓപ്പൺ ചെയ്ത് നമുക്ക് അതിനകത്ത് സ്പേസ് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സ്റ്റീരിയർ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോന്റെ അവസാനമായിട്ട് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് EV5. എൻ്റെ ഒരു എന്താ പറയുക, ഒരു 100% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ഈ ഒരു EV5. അതുപോലെ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ട്, അത് കാനഡയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസിൽ ഞാൻ നിങ്ങൾക്ക് വണ്ടി റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ DM ചെയ്യുക. അപ്പോൾ നമുക്കിനി എന്തായാലും നമുക്ക് ഇതിന്റെ ബൂട്ട് നമുക്ക് പോയിട്ട് ബൂട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. നല്ല അടിപൊളി, നല്ല ഇഷ്ടം പോലെ സ്പേസ് വരുന്ന നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിന്റെ അകത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ സാധനം മൊത്തത്തിൽ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് കിട്ടും. ഈ ഒരു ട്രേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ ആണ് വരുന്നത്. അതല്ല നമുക്ക് കുറേ കൂടെ സാധനം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെടുത്ത് മാറ്റി, ഈ ഒരു സാധനം എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൂടുതൽ സാധനങ്ങൾ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ അകത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഇവിടെ ഹുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ 125 വാട്ട്സിന്റെ ഒരു 15 വാട്ട്സിന്റെ നമുക്ക് ചാർജിങ് സ്ലോട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എന്താ പറയുക, ചെറിയ ചെറിയ സാധനങ്ങൾ ചാർജ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ സംഭവം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ഇട്ട് ചെറിയൊരു സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത് ലെഫ്റ്റ് സൈഡിലും നമുക്ക് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് LED ലൈറ്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിന്റെ വണ്ടീന്റെ അകത്തെ ഒരു സ്പേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഒരാൾക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാനാണെങ്കിൽ നല്ല സുഖമായിട്ട് ഇതേപോലെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാനുള്ള നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. 2 ആൾക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാം. ക്യാമ്പിങ്ങിന് കൊണ്ടുപോയിട്ട് നമുക്ക് അത്യാവശ്യം ചാർജ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഇവിടുത്തെ ഈ ഒരു ചാർജിങ് സ്പോട്ടിൽ നമ്മൾ ചാർജ് ചെയ്യാനും അങ്ങനത്തെ പരിപാടികളൊക്കെ കൊണ്ട് ചെയ്യാനും പറ്റും. നല്ലൊരു അടിപൊളി എന്താ പറയുക, നല്ലൊരു ഇലക്ട്രിക് വെഹിക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കൻ ബൈ ആണ്. കാനഡയിൽ തന്നെ നിങ്ങൾ ഒരു $45,000 അല്ലെങ്കിൽ $50,000 താഴെ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു സജഷൻ ഈ ഒരു വണ്ടി വാങ്ങണമെന്നായിരിക്കും. അല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓട്ടോണോമസ് ഫീച്ചറുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ പൈലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം, അതും $100 പെർ മന്ത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ടെസ്ല മോഡലുകളിലേക്ക് പോവുക. അപ്പോൾ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കൻ ബൈ ആണ് നമ്മുടെ ഈ ഒരു EV5. അപ്പോൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബൈ ആണ് നമ്മുടെ ഈ ഒരു EV5. അപ്പോൾ ആരും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ DM ചെയ്യുക, നിങ്ങൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റിലും നല്ലൊരു പ്രൈസിങ്ങിലും നമ്മൾ എന്തായാലും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക്